കേരളത്തിലെ മുസ്ലിമുകൾ ഇന്നലെ മുതൽ നിലവിളിയാണ്. ദേവസ്വം ബോർഡിൽ മുസ്ലിമുകളെ നിയമിക്കണം. എന്താ കാരണം? കേരള ഹൈക്കോടതി പറഞ്ഞു വഖഫ് ബോർഡ് ഇനി തൽക്കാലം പ്രവർത്തിക്കണ്ട. ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജ് കൊടുത്ത ഹർജി പരിഗണിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ ജന്നും വി.എം. ശ്യാംകുമാറും അടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. വഖഫ് ബോർഡ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് നിയമാനുസൃതമല്ല. നിയമാനുസൃതമല്ലാത്ത ബോർഡ് ഇനി പ്രവർത്തിക്കേണ്ട. വഖഫ് വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി വഖഫിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയും. വലിയ തിരിച്ചടിയാണ്. കേരളത്തിലെ സുഡാപ്പികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര നിയമം 995 നിയമം മാറ്റി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമപ്രകാരമുള്ള വ്യവസ്ഥ പാർലമെന്റ് അംഗീകരിച്ചിട്ടും അത് നടപ്പാക്കാതെ ഇറങ്ങിപ്പോയി പിണറായി വിജയൻ. വി.ഡി. സതീശനിട്ട് കൊടുത്ത പണിയാണ്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ മുത്തവല്ലിമാരുടെ പ്രതിനിധി, 1-2 ലീഗുകാർ, സമസ്തയുടെ പ്രതിനിധി, സർക്കാരിൻ്റെ പ്രതിനിധി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധി, ഇതൊക്കെ വെച്ചു. പക്ഷെ 2 കൂട്ടരെ വെച്ചില്ല. പുതിയ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പുതിയതായി രൂപീകരിക്കുന്ന വഖഫ് ബോർഡിൽ കേന്ദ്രത്തിലാണെങ്കിൽ ചുരുങ്ങിയത് 4 പേർ, സംസ്ഥാനത്താണെങ്കിൽ ചുരുങ്ങിയത് 2 പേർ മുസ്ലിമുകൾ അല്ലാത്തവർ ഉണ്ടാവണം. ഇത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, മധ്യപ്രദേശും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളെല്ലാം വഖഫ് ബോർഡിൽ ഹിന്ദുക്കളെയും ഇതര വിഭാഗങ്ങളെയും നിയമിച്ചു കഴിഞ്ഞു വഖഫ് ബോർഡിൻ്റെ അംഗങ്ങളായിട്ട്. കേരളത്തിൽ അത് ചെയ്യാതെ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി. കേന്ദ്ര നിയമം അനുസരിക്കാതെ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ പോയി. ഷോൺ മാത്രമല്ല, ചില ക്രിസ്ത്യൻ സംഘടനകളും ഉണ്ട്. ഷോണാണ് പക്ഷേ പ്രധാനമായും ഈ കേസ് നടത്തിയത്. മറ്റൊരു വ്യവസ്ഥ കൂടിയുണ്ട്. വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സുന്നി മുസ്ലിങ്ങൾ മാത്രം പോരാ, ഷിയ മുസ്ലിമുകളെ ഉൾപ്പെടുത്തണം. അതും പാലിച്ചില്ല. ഈ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഷോൺ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി പറഞ്ഞു ഇനി പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മറുവാദമായിട്ട് വരികയാണ് ദേവസ്വം ബോർഡിൽ എന്താ പിന്നെ അമുസ്ലിമുകളെ നിയമിക്കാമല്ലോ. മുസ്ലിമുകളെ ദേവസ്വം ബോർഡ് നിയമിക്കാം. എനിക്ക് വ്യക്തിപരമായി സമ്മതമാണ്. നിയമം ഞാൻ പറയാം, നിയമപ്രകാരം പറ്റില്ല. പക്ഷെ ഞാൻ വ്യക്തിപരമായി ഞാൻ അനുകൂലിക്കാം. ഒരു ഹിന്ദു, പ്രാക്ടീസിങ് ഹിന്ദുവായ ഞാൻ സമ്മതിക്കാം. എന്താണ് ദേവസ്വം ബോർഡിൽ അംഗമാവുന്നതിനുള്ള വ്യവസ്ഥ? ഹിന്ദു മതവിശ്വാസിയാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പറ്റുമോ? ഹിന്ദു മതവിശ്വാസിയാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വേണം എന്ന് മറുവാദം പറയുന്ന ആളുകൾ തയ്യാറാവുമോ? അങ്ങനെ വന്നിട്ട് പാണക്കാട് തങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പാണക്കാട് തങ്ങളെ ആക്കാം. കുഞ്ഞാലിക്കുട്ടിയെ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ ആക്കാം. ഇനി ഷാജിയെ തന്നെ ആക്കാം. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന കെ.എം. ഷാജി ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ് എന്ന് ഒപ്പിട്ട് കൊടുത്താൽ കെ.എം. ഷാജിയെ ദേവസ്വം ബോർഡിലെ അംഗമാക്കണമെന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിലവിലുള്ള നിയമമുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950. അതിനകത്ത് പറയുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും അംഗങ്ങളായി വരണമെങ്കിൽ ഹിന്ദുമത വിശ്വാസികളായിരിക്കണം. അപ്പോൾ പിന്നെ ഹിന്ദുവിനെ പറ്റൂ, നിയമം അങ്ങനെയാണ്. അപ്പോൾ കേന്ദ്രത്തിന് മാറ്റാക്കി ഞങ്ങൾക്ക് നിയമം മാറ്റിക്കൂടെ? മാറ്റ് സതീശ, മാറ്റ്. സതീശനിപ്പോൾ ഫത്വകളാണല്ലോ. സമസ്ത പറയുന്നു, ഇവരുടെയൊക്കെ ഫത്വ. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ഒക്കെ സതീശനെ വിളിച്ചു വിടുത്തിട്ട് സതീശ അങ്ങനെയൊന്നുമില്ല, ദേവസ്വം ബോർഡിൻ്റെ നിയമം അങ്ങോട്ട് മാറ്റിയിട്ട് അഹിന്ദുക്കൾക്കും, മുസ്ലിമുകളിൽ നിന്ന് വേണ്ട, അപ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അഹിന്ദുക്കൾക്കും ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളാകാം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുപോവാ എന്ന് നിങ്ങൾ പറയാം എന്ന് വെക്കുക. അപ്പോഴും നടക്കില്ല. അപ്പോഴും നടക്കാത്തതിൻ്റെ കാരണം ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വമാണ്, ദേവൻ്റെ സ്വത്താണ്. ദേവനെ അംഗീകരിക്കണം. നിങ്ങൾക്ക് വിശ്വാസപരമായിട്ട് എങ്ങനെ ദേവനെ അംഗീകരിക്കാൻ പറ്റും? അള്ളാഹയെ അല്ലാതെ വേറെ ഒരു ദേവനെ അംഗീകരിക്കാൻ പറ്റുമോ? അവിടെയും പ്രശ്നമുണ്ട്. ഇനി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് വഖഫിൻ്റെ കാര്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡിൽ വേണമെന്ന് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത്? വഖഫ് ബോർഡും ദേവസ്വം ബോർഡും ഒരുപോലെ അല്ലെന്നേ. കാരണം ദേവസ്വം ബോർഡിന് ആരുടെയെങ്കിലും വസ്തു നോക്കിയിട്ട് ഇത് ദേവസ്വത്തിൻ്റെ ആണ് എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ അതുടനെ ദേവസ്വത്തിൻ്റെ ആവത്തില്ല. പിന്നെ കേസ് നടത്തി തെളിയിക്കേണ്ടത് ഇരയാണ്. ആ അവസ്ഥ ദേവസ്വം നിയമത്തിലില്ല. ദേവസ്വം ബോർഡ് ആരുടെയും സ്വത്തുകൾ കൈയേറിയിട്ടില്ല.
അത് മുഴുവൻ നാട്ടിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടേതാണ് എന്നുള്ള അവകാശവാദം ദേവസ്വത്തിനില്ല. ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമി ഈ നാട്ടിൽ കയ്യേറിപ്പോയിരിക്കുകയാണ്. എത്ര കേസുകളാണ് കേരള ഹൈക്കോടതി കിടക്കുന്നത്? വഖഫ് അങ്ങനെയല്ല. വഖഫ് ഗ്രാബ് ചെയ്യാനുള്ള, പിടിച്ചെടുക്കാനുള്ള ഒരു നിയമമായി കേരളത്തിൽ, ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ടു വന്നു. ഒരുപാട് പരാതി മുസ്ലിമുകൾക്ക് തന്നെയുണ്ട്. തളിപ്പറമ്പിലേക്ക് ചെല്ലൂ. തളിപ്പറമ്പിൽ വഖഫ് ബോർഡിനെതിരെ സമരം ചെയ്യുന്നത് അവിടുത്തെ മുസ്ലിമുകളാണ്. മുനമ്പത്ത് എന്നാൽ മുന്നിൽ ക്രിസ്ത്യാനികളാണ്, കൂടെ ഹിന്ദുക്കളും ഉണ്ട്. അപ്പോൾ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പോലെ അല്ല. അത് ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്ന ബോർഡാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് ഒരുപാട് കേസുകളുമുണ്ട്. വഖഫ് നിയമപ്രകാരം വഖഫുമായി ബന്ധപ്പെട്ട, ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ തർക്കങ്ങൾ തീരുമാനിക്കേണ്ട സിവിൽ കോടതിയല്ല, വഖഫ് ട്രിബ്യൂണലാണ്. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൽ മുസ്ലിമുകളായ ആളുകൾ, മുസ്ലിമുകൾക്ക് വേണ്ടി വഖഫ് ബോർഡ് പിടിച്ചെടുത്ത ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ അത് തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡ് മുസ്ലിങ്ങൾ മാത്രമായാൽ എങ്ങനെ ഇരിക്കും? അതായത് കോഴിയെ വിട്ടുകൊടുക്കണോ എന്ന് കുറുക്കന്മാർ തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇതര മതസ്ഥരുടെ ഭൂമി കൈവശപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വഖഫ് ബോർഡിൽ ഉള്ളത് കൊണ്ടാണ് ആ വിഭാഗങ്ങളുടെ പ്രതിനിധി, മുസ്ലിങ്ങൾ മാത്രം അത് തീരുമാനിച്ചാൽ പോരാ എന്ന് കണ്ടിട്ട് വഖഫ് ബോർഡിൽ അമുസ്ലിമുകളെ വെക്കണമെന്ന് നിയമ ഭേദഗതി വന്നത്. അപ്പോൾ ദേവസ്വം ബോർഡും ഇതും ഒരുപോലെയാണോ? അല്ലെന്നേ. വഖഫ് ബോർഡിൻ്റെ CEO ആയിട്ടും മുസ്ലിം തന്നെ വേണമെന്ന് നിർബന്ധമില്ല പുതിയ നിയമപ്രകാരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗീകരിച്ച, അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയും ശരിവെച്ച നിയമപ്രകാരമാണ് വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ വരുന്നത്. അതിനെ തടയാൻ പിണറായി വിജയനും കഴിയത്തില്ല, സതീശനും കഴിയത്തില്ല, ഷാജിക്കും കഴിയത്തില്ല, കുഞ്ഞാലിക്കുട്ടിക്കും കഴിയത്തില്ല, തങ്ങൾക്കും കഴിയത്തില്ല. അപ്പോൾ എന്ത് വേണം? വഖഫ് ബോർഡ് ഇനി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിമുകളല്ലാത്ത 2 പേരെ കൂടി അതിൽ വെച്ചാലേ നടക്കൂ. അത് തെളിഞ്ഞു കഴിഞ്ഞു. അത് ഹൈക്കോടതി ഇന്നലെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാജ്യത്തെ നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ചല്ല ഈ വഖഫിൻ്റെ പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് അത് പിരിച്ചു വിട്ടില്ലെന്നേ ഉള്ളൂ. തൽക്കാലം പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ കഴിഞ്ഞു. സർക്കാർ ഇനി പുതുതായിട്ട് നിയമിക്കേണ്ടി വരും. സർക്കാർ അഭിഭാഷകൻ, വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്, അല്ല ഞങ്ങളത് സുപ്രീം കോടതിയിൽ ചിലരൊക്കെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, കേസ് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നൊരു വാദം പറഞ്ഞു. സുപ്രീം കോടതി ഈ കേസ് ആകെ പരിഗണിച്ചിട്ട് ഈ വ്യവസ്ഥ ശരിവെച്ചതാണ്. പിന്നെ വീണ്ടും സുപ്രീം കോടതിയിൽ ഏത് വകുപ്പിൽ പോകാൻ പറ്റും? അപ്പോൾ കേരളത്തിലെ മുസ്ലിം വിശ്വാസികളെ, മുസ്ലിം സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ പോകുന്ന പോക്കിന് മുസ്ലിമുകൾ മാത്രമുള്ള ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കി. വഖഫിൻ്റെ കൊള്ള തുടരാൻ വേണ്ടിയിട്ട് മുസ്ലിമുകൾ മാത്രം മതി എന്നാണ് കേരളത്തിൻ്റെ തീരുമാനമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ പറയുമായിരിക്കും CAA ഞങ്ങൾ നടപ്പാക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഡിറ്റൻഷൻ സെൻറ്റർ, തടങ്കൽപ്പാളയം ഉണ്ടാക്കിയത് പിണറായിയുടെ കാലത്താണ്. കേന്ദ്രം പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നടപ്പാക്കാതിരിക്കാൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. അപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ മാത്രമായി പ്രത്യേക ഇളവ് കിട്ടാൻ കേരളമൊന്നും ഇതുവരെ ജനിച്ചിട്ടില്ല സാർമാരെ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണം നിലവിളിക്കാം. ആ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡിലേക്ക് ചുമ്മാ പറയാന്നേ ഉള്ളൂ. നടക്കില്ല. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KM ഷാജിയൊക്കെ ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെന്ന് എഴുതി സത്യപ്രതിജ്ഞ കൊടുത്തിട്ട് ദേവസ്വം ബോർഡിലേക്ക് പോകണം. ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാണെന്നറിയാമോ? വഖഫ് ബോർഡിലേക്ക് എടുക്കുന്ന പോലെ സർക്കാർ നോമിനേഷൻ അല്ല. ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? നിയമസഭയിലെ ഹിന്ദു MLA-മാർ. നിയമം അങ്ങനെയാണ്. നിയമസഭയിലെ ഹിന്ദു MLA-മാർ വോട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. വലിയൊരു തമാശയുണ്ട്. ഈ സഖാക്കന്മാരുണ്ടല്ലോ, സഖാക്കന്മാരെല്ലാം വന്നിട്ട് ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ജാതിയില്ല, മതമില്ല, ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കും. നിയമസഭയിലേക്ക് MLA ആകുന്നതിന് മുമ്പ് ദൃഢപ്രതിജ്ഞ ചെയ്യും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഇലക്ഷൻ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, അവർ സത്യവാങ്മൂലം എഴുതി കൊടുക്കും, ഞങ്ങൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന്. എങ്ങനെയുണ്ട്? ഇതെന്തൊരു വിരോധാഭാസമാണ്. സത്യത്തിൽ കേരള ഹൈക്കോടതി ഇടപെടേണ്ടതാണ്. നിയമസഭയിൽ MLA-മാരാവുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവവിശ്വാസികളല്ല, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഞങ്ങൾ ദൃഢപ്രതിജ്ഞയെ ചെയ്യുന്നുള്ളൂ എന്നു പറഞ്ഞ് വന്ന MLA-മാർ പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ
ദൈവവിശ്വാസികളായി പരിണമിക്കുന്ന നിറം മാറുന്ന ഓന്തിനെ പോലെ മാറുന്ന ഈ പരിപാടി നിർത്താൻ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെടേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും സുഡാപ്പികൾക്ക് കൂട്ടക്കരച്ചിലിൻ്റെ കാലമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പിടിച്ചു വെക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടപ്പാക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ തമിഴ്നാട്ടിലും സമാനമായ കാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. നിങ്ങൾക്ക് നിലവിളിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ദേവസ്വം ബോർഡിലും മുസ്ലിങ്ങളെ എടുക്ക് എന്ന് പറയാം. പറഞ്ഞുകൊണ്ടിരുന്നു. ആർക്കെന്താ പറയാൻ, സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ. പിന്നെ കഴുതയുടെ കാര്യമുണ്ട്. കഴുത കരഞ്ഞു തീർക്കും എന്നും ഒരു ചൊല്ലും മലയാളത്തിലുണ്ട്. ഏതായാലും കരയുന്നവർക്ക് നിലവിളിക്കുന്നവർക്ക് ആശംസകൾ. കേരളത്തിലെ വഖഫ് ബോർഡിൻ്റെ പണി തീർത്ത പാലായുടെ അഭിമാനമായ പൂഞ്ഞാറിൻ്റെ പുത്രൻ PC ജോർജിൻ്റെ പുത്രൻ ഷോൺ ജോർജിന് ഒന്നാം തരം ഒരു സല്യൂട്ടും കൂടെ കൊടുത്ത് ഈ വർത്തമാനം നമുക്ക് അവസാനിപ്പിക്കാം. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണേ.